ഹലോ ഏതു ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പൊ എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും നമ്മുടെ അശ്വിന്റെയും ശ്രുതിയുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മുത്തശ്ശിയും അശ്വിനും വലിയൊരു തർക്കങ്ങൾ തന്നെ അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവസാനം ശ്യാം ഒരു വിധത്തില് അശ്വിനെ പറഞ്ഞ് സമ്മതിപ്പിച്ച് ഒരു വിധത്തില് ശാന്തനാക്കി നിർത്തിയിട്ടുണ്ട്. എങ്കിലും മുത്തശ്ശിയുടെ ആ ഒരു വാക്കുകളോട് യോജിക്കാനായിട്ട് അശ്വിൻ ഒട്ടും തയ്യാറല്ല. എങ്കിലും കുറച്ച് ദിവസം നമുക്ക് നോക്കാം എന്നൊരു തീരുമാനത്തിൽ അശ്വിൻ എത്തിയിട്ടുണ്ട്. ഈ സമയത്ത് മുത്തശ്ശിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അഞ്ജലി ശ്രമിക്കുന്നുണ്ട്. അഞ്ജലി പോയി പറയുന്നുണ്ട്, ലാവണ്യയോട് മുത്തശ്ശി പറഞ്ഞത് കുറച്ച് കൂടി പോയില്ലേ, ഇത് തെറ്റായിട്ടല്ലേ എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി ഒരു കാര്യം പറഞ്ഞു. ഇപ്പൊ ഞാൻ ലാവണ്യയോട് പറഞ്ഞത് തെറ്റാണ്, പക്ഷേ കല്യാണം കഴിയുന്നതിന് മുന്നേ തന്നെ ഒരു പെണ്ണും ചെറുക്കനും, അതും കല്യാണം കഴിച്ച് കൊണ്ടുവരുന്ന ആ വീട്ടിൽ തന്നെ ഒരു റൂമില് താമസിക്കുന്നത് എവിടത്തെ ന്യായമാണ്? ഈ വീടിന്റെ സംസ്കാരവും അല്ലെങ്കിൽ ചിട്ടവട്ടങ്ങൾക്കും യോജിച്ചതാണോ അത് എന്നൊക്കെ പറഞ്ഞിട്ട് അഞ്ജലിയോട് ഭയങ്കരമായിട്ട് വഴക്കിന് മുത്തശ്ശി നിൽക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ മുത്തശ്ശി ഒരു കാര്യം കൂടി പറഞ്ഞു, എന്തൊക്കെ സംഭവിച്ചാലും ഇനി ലാവണ്യക്ക് 1 മാസം സമയം കൊടുത്തിട്ടുണ്ട്. ഈ 1 മാസത്തിനകത്ത് വെച്ച് അവള് മാറി വന്നു കഴിഞ്ഞാൽ, ഈ ഒരു വീട്ടിലെ ചിട്ടവട്ടങ്ങൾക്ക് അനുസരിച്ച് അവള് ഓരോ കാര്യങ്ങൾ പഠിച്ച് മാറിക്കഴിഞ്ഞാൽ ഇവിടെ അശ്വിനുമായിട്ടുള്ള ഒരു വിവാഹത്തിന് ഞാൻ ആലോചിക്കാം. വിവാഹം കഴിഞ്ഞിട്ട് അവൾക്ക് ഇവിടെ തന്നെ താമസിക്കാം. പക്ഷേ ഈ 1 മാസത്തിനകത്ത് വെച്ച് ലാവണ്യയിൽ ഒരു മാറ്റവും വരുന്നില്ല. ഇപ്പം നമുക്ക് മാറ്റം വരുന്നുണ്ടെങ്കിൽ ആർക്ക് വേണോ, ഇതിപ്പോ മാറ്റം വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ഒന്നും മാറാൻ പോകുന്നില്ല. നമ്മൾ ശ്രമിച്ചിട്ട് നടന്നില്ല എന്നുണ്ടെങ്കിൽ ശരി, മനഃപൂർവ്വം ശ്രമിക്കാതിരുന്നിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ വിവാഹത്തിന് ഞാൻ സമ്മതിക്കത്തില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഈ വീടിന്റെ മരുമകളായിട്ട് ലാവണ്യ കയറി വരത്തില്ല. അശ്വിന്റെ ലാവണ്യയുടെ വിവാഹത്തിന് ഞാൻ സമ്മതിക്കത്തുമില്ല. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല എന്നൊക്കെ മുത്തശ്ശി അഞ്ജലിയോട് പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു വാക്കുകൾ കേട്ടിട്ട് അഞ്ജലിക്ക് ഭയങ്കര സങ്കടമായി. തനിക്ക് മുത്തശ്ശിയെ വേണം, അശ്വിനെ വേണം, രണ്ടുപേരെ ഒരുപോലെ വേണം. ഒരാളെ നഷ്ടപ്പെടുത്തി ഒരാളെ സ്വീകരിക്കാനൊന്നും അഞ്ജലിക്ക് തയ്യാറല്ല. അതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യും, അല്ലെ എന്ത് സംഭവിക്കും എന്നൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുവാണ്. എന്നാൽ ഈ സമയത്ത് ശ്രുതിയെ വിളിച്ചിട്ട് നേരെ ചൊവ്വേ സംസാരിക്കാൻ പറ്റാത്തതിന്റെ പേരിൽ ശ്യാം ശ്രുതിയെ വിളിക്കുമ്പോൾ കോൾ പോകുന്നില്ല, നെറ്റ്വർക്ക് ഇഷ്യൂ എന്ന് പറയുവാണ്. അപ്പൊ പിന്നെ ഒന്ന് അമ്മായിയെ വിളിച്ചു നോക്കാം എന്ന് പറയുമ്പോൾ അമ്മായിയും കോൾ എടുക്കുന്നില്ല. അപ്പൊ എന്ത് സംഭവിച്ചു, അവർക്ക് എന്ത് പറ്റി എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അഞ്ജലി കയറി വരുന്നത്. അപ്പൊ അഞ്ജലി ആദ്യം വിചാരിച്ചത് ശ്രുതിയെയും ശ്യാമും തമ്മിലുള്ള ആ ഒരു ബന്ധം അഞ്ജലി കണ്ടുപിടിച്ചു എന്നാണ്. ആ ഒരു സാധ്യതകളായിരുന്നു അഞ്ജലിയുടെ വരവില് സംഭവിച്ചത്. പക്ഷെ വന്ന ഉടനെ തന്നെ അഞ്ജലി ശ്യാമിന്റെ ഫോൺ പിടിച്ചു വാങ്ങിച്ചതിന് ശേഷം ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിട്ട് അതിലൊന്നും കാര്യം നോക്കാതെ, അല്ലെങ്കിൽ എനിക്ക് എന്ത് പറയാനുള്ളതെന്ന് പോലും കേൾക്കാതെ എപ്പോഴും ആരെങ്കിലും ഫോൺ വിളിച്ചുകൊണ്ട് നിൽക്കും എന്ന് പറഞ്ഞ് അഞ്ജലി ശ്യാമിനെ വഴക്ക് പറയുകയും എന്നിട്ട് ശ്യാമിന്റെ ഫോൺ തട്ടിപ്പറിച്ചിട്ട് അതിനകത്ത് ആരാണ് അവസാനം വിളിച്ചത് എന്ന് നോക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഇത് കണ്ട് ശ്യാമിന് ഉറപ്പായി അഞ്ജലി കൈയോടെ പൊക്കിയെന്ന്. അപ്പൊ അത് മാറാതിരിക്കാൻ വേണ്ടിയിട്ട്, അഞ്ജലി മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്യാമ പെട്ടെന്ന് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ഒരിടത്ത് പോയിരിക്കുവാണ്. അപ്പൊ ശ്യാമിന്റെ പെട്ടെന്നുള്ള ആ ഒരു മാറ്റം കണ്ടിട്ട് അഞ്ജലിക്ക് സങ്കടമായി. അങ്ങനെ അഞ്ജലി ഒന്നും നോക്കാതെ ശ്യാമിന് ഫോൺ എടുത്ത് കൊടുത്തിട്ട്, ഏട്ടാ ക്ഷമിക്ക്, ഞാൻ പെട്ടെന്ന് വെറുതെ തമാശയ്ക്ക് കാണിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് അഞ്ജലി സങ്കടത്തോടെ ഇറങ്ങി പോകുന്നുണ്ട്. അങ്ങനെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ASRന്റെ കുടുംബത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം തന്നെ നമ്മൾ അമ്മായി ഭയങ്കര സങ്കടത്തിലാണ്. കാരണം ഇനി തന്റെ സ്വന്തം മക്കൾ, അല്ലെങ്കിൽ പോലും സ്വന്തം മക്കളെ ആയിട്ട് കണ്ട അവർ രണ്ടുപേരും ഇവിടെ നിന്ന് നാട്ടിലോട്ട് പോവുകയാണല്ലോ, അപ്പൊ ഞാൻ ഒറ്റയ്ക്കാണല്ലോ എന്നൊക്കെ സങ്കടത്തിലിരിക്കുവാണ്. ഈ ഒരു സങ്കടം ശ്രുതിയോടും പ്രീതിയോടും പറയുകയും, നിങ്ങൾ ഇനിയും പോവാതിരുന്നാൽ പോരെ, നമുക്ക് ഇവിടെ തന്നെ ശ്രുതിക്ക് ഒരു നല്ലൊരു കമ്പനിയിൽ ജോലി ശരിയാക്കി തരാം, എന്നിട്ട് ഞാൻ സാരിയുടെ വർക്കും കാര്യങ്ങളൊക്കെ തുടങ്ങാം, അപ്പൊ പിന്നെ വേറെ പ്രശ്നമൊന്നും വരത്തില്ലല്ലോ എന്ന് നമ്മുടെ അമ്മായി അഞ്ജലിയോട് പറയുന്നുണ്ടെങ്കിലും, നമ്മുടെ ശ്രുതിയോട് പറയുന്നുണ്ടെങ്കിലും ശ്രുതി അതൊന്നും കേൾക്കാനായിട്ട് തയ്യാറാവുന്നില്ല. തനിക്ക് വീട്ടിൽ പോയേ പറ്റത്തുള്ളൂ എന്നൊരു സ്റ്റാൻഡിൽ തന്നെ നിൽക്കുവാണ്. അവസാനം ഒന്നും പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് മനസ്സിലായ അമ്മായി തന്നെ പറയുവാണ്, ഞാൻ എന്തായാലും ഒറ്റയ്ക്ക് തന്നെ ജീവിച്ചോളാം, ഇത്രയും നാളെ ഞാൻ ഒറ്റയ്ക്കല്ല ജീവിച്ചത്, അപ്പൊ ഇനിയും ഞാൻ മുന്നോട്ട് അങ്ങനെ തന്നെ പോയിക്കോളാം എന്നൊക്കെ പറഞ്ഞ് സങ്കടത്തിൽ ഇറങ്ങി പോകുന്നുണ്ട്. എന്നാൽ ഈ സമയത്ത് അശ്വിന്റെയും മുത്തശ്ശിയുടെയും ഈ ഒരു പ്രശ്നത്തിന്റെ ഇടയിൽ വീണ്ടും ആ ഒരു പ്രശ്നം കുറച്ചുകൂടി വഷളാക്കാൻ വേണ്ടിയിട്ട്, ഊതിപ്പെരുപ്പിക്കാൻ വേണ്ടിയിട്ട് മനോരമ ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെ ലാവണ്യ റൂമിൽ പോയി മനോരമ കാണുകയും എന്നിട്ട് ലാവണ്യയുടെ ആ ഒരു മോഡേൺ ഡ്രസ്സും കോസ്റ്റ്യൂംസ് ഒക്കെ കണ്ടിട്ട്, ആ ഒരു ബ്യൂട്ടി പ്രോഡക്ട്സ് ഒക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് കണ്ണ് ചിമ്മി എന്നതിന് ശേഷം ലാവണ്യയുടെ ഭാഗത്താണ് ഞാനെന്നും ഈ വീട്ടിൽ 2 ചേരിതിരിവുണ്ട്,
ഒന്ന് അശ്വിന്റെ ഭാഗത്ത് കുറച്ചു പേരും, പിന്നെ മുത്തശ്ശിയുടെ ഒരു രണ്ട് ടീമായിട്ടാണ് ഇവിടെ. അപ്പോൾ അശ്വിന്റെ ഭാഗത്താണ് എല്ലാവരും. മുത്തശ്ശിയുടെ ഭാഗത്ത് ആരും ഇല്ലെങ്കിൽ പോലും മുത്തശ്ശിയെ തോൽപ്പിക്കാനായിട്ട് ആർക്കും സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ലാവണ്യക്ക് വേണ്ടിയിട്ട് കുറച്ച് പരീക്ഷണങ്ങൾ മുത്തശ്ശി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ വീടിന് യോജിച്ച മരുമകളാണോ എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള പരീക്ഷണങ്ങളാണ്. അതിൽ ഞാൻ ലാവണ്യയെ സഹായിക്കാം, ഞാൻ എപ്പോഴും ലാവണ്യയുടെ ഭാഗത്തായിരിക്കും എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിയെ കുറിച്ചും ഒരുപാട് കുറ്റങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ലാവണ്യയുടെ മനസ്സിൽ വീണ്ടും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെ മനോരമ ശ്രമിക്കുകയാണ്. അങ്ങനെ ആ സംസാരങ്ങളൊക്കെ കഴിഞ്ഞ് മനോരമ ഇറങ്ങി വരുന്ന സമയത്ത് രാമേട്ടൻ ഇത് കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് മനോരമ ഒരു ഡ്രസ്സും എനിക്കും അതുപോലെ ആവണം, അല്ലെങ്കിൽ എനിക്കും വണ്ണം കുറയണം, എനിക്കും ഒരുപാട് നല്ല വണ്ണമൊക്കെ കുറച്ച് നല്ല ഭംഗിയായിട്ട് നല്ല സുന്ദരിയായിട്ട് നല്ല മോഡേൺ ഡ്രസ്സുകളൊക്കെ ഇടണം എന്നൊക്കെ ആലോചിച്ച് വന്ന മനോരമയ്ക്ക് തിരിച്ചടി എന്ന രീതിയിലാണ് മോഹനന്റെ വാക്കുകൾ. വന്ന ഉടനെ തന്നെ മോഹനൻ 8ന്റെ പണിയായിട്ടും മനോരമയ്ക്ക് നിറച്ചു കൊടുക്കുകയും, എന്നിട്ട് നീ എന്തിനുകൊണ്ട് ലാവണ്യയുടെ റൂമിൽ പോയി എന്നിട്ട് ഓരോ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ലാവണ്യയുടെ മനസ്സിൽ എന്ത് പറഞ്ഞു കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ദേഷ്യമൊക്കെ പെടുന്നുണ്ട്. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും ശ്രുതി തന്റെ നാട്ടിലോട്ട് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഇനി എന്തായാലും ആരെന്തൊക്കെ പറഞ്ഞാലും ശ്രുതി ആ ഒരു തീരുമാനത്തിൽ നിന്നും മാറാനായിട്ട് തയ്യാറല്ല. പക്ഷേ അശ്വിനാണെന്നുണ്ടെങ്കിൽ മുത്തശ്ശിയെ തോൽപ്പിക്കുക അല്ലെങ്കിൽ ലാവണ്യെ സ്വന്തമാക്കുക ആ ഒരു തീരുമാനത്തിൽ നിൽക്കുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും മുത്തശ്ശിയുടെ വാക്കുകൾ അനുസരിക്കാനായിട്ട് അശ്വിൻ തയ്യാറാവുന്നില്ല. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്? എന്തൊക്കെയായിരിക്കും ഇനി എന്തൊക്കെ മറിമായങ്ങളായിരിക്കും ഇവരുടെ ജീവിതത്തിൽ മാറിമറിയാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകൾ കണ്ടറിയാതിരിക്കും. ബൈ.